ധൈര്യം. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. എന്താണ് ധൈര്യം? തോമാസ് ലീഗ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, വരൂ. ക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒറ്റുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു, വരൂ പോകാം. ഈ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ പ്രാർത്ഥിച്ച ക്രിസ്തു പറഞ്ഞു, വരൂ പോകാം. പ്രാർത്ഥിക്കുന്ന അച്ഛന് സഭയെക്കുറിച്ച് ധൈര്യം, പ്രാർത്ഥിക്കുന്ന വൈദികന് എന്തു വന്നാലും ധൈര്യം, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് ധൈര്യം. പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം നടക്കുന്നു. കൂട്ടയോട്ടം നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും ഓട്ടത്തിൻ്റെ കാലമാണ്, എവിടെയും ഓട്ട മത്സരമാണ്. ന്യൂയോർക്കിൽ നടന്നത് പൂച്ചകളുടെ കൂട്ടയോട്ടമായിരുന്നു. പൂച്ചകളുടെ കൂട്ടയോട്ടം. അമേരിക്കൻ പൂച്ച, ജർമ്മൻ പൂച്ച, ബ്രിട്ടീഷ് പൂച്ച, ജാപ്പനീസ് പൂച്ച, ചൈനീസ് പൂച്ച, സൊമാലിയൻ പൂച്ച, ഇന്ത്യൻ പൂച്ച. 400 മീറ്റർ ഓട്ടമാണ്. പൂച്ചയെല്ലാം നിരന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ പൂച്ചകൾ ഓടി. മറ്റു പൂച്ചകളെല്ലാം 200 മീറ്റർ ആയപ്പോൾ സൊമാലിയൻ പൂച്ച 400 മീറ്റർ ഓടി സമ്മാനം മേടിച്ചു. പത്രക്കാരി എന്ന് ചോദിച്ചു, ഇത്രയും ദാരിദ്ര്യമുള്ള ക്ഷാമമുള്ള രാജ്യത്തു നിന്ന് വന്നിട്ട് എങ്ങനെയാ ബ്രിട്ടീഷ്, അമേരിക്കൻ, ജർമ്മൻ പൂച്ചയെ തോപ്പിക്കാൻ ഈ സൊമാലിയത്തിൽ പാവപ്പെട്ട പൂച്ചയ്ക്ക് പറ്റിയത്? പൂച്ച പറഞ്ഞു, അത് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ ബാധിക്കും, പറയുകയല്ല. ഇന്ത്യൻ പൂച്ച പറഞ്ഞു, മൻമോഹൻ സിംഗ് വരുന്നവർ ഞങ്ങൾ നിങ്ങളെപ്പോലായിരുന്നു, പിന്നെയാ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നത്, ഞങ്ങളോട് ഉള്ള കാര്യം പറയാമോ? അപ്പോൾ സൊമാലിയൻ പൂച്ച പറഞ്ഞു, ഇന്ത്യൻ പൂച്ച ആയതുകൊണ്ട് പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ സൊമാലിയയിലെ പുലിയാണ്, പഞ്ഞം കൊണ്ട് മെലിഞ്ഞ് ഈ പരുവമായതാണ്. എവിടെ ഇന്ന് ഓട്ടമത്സരത്തിൻ്റെ കാലമാണ്. കൊച്ചുപിള്ളാരുടെ കൂട്ടയോട്ടം നടക്കുന്നു. 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ദൂരെ സാറന്മാർ കയറും പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ബാസ്കറ്റ് ബോളിൻ്റെ മുഴുപ്പ്, ഫുട്ബോളിൻ്റെ ഷേപ്പ്, വോളിബോളിൻ്റെ ടൈപ്പ്, ഷോട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ. ഏറ്റവും പൊക്കം കുറഞ്ഞവൻ ചറവറ പറവറ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സാറന്മാരോർത്തു, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. ബിസിലൂതി. എല്ലാവരും ഓടി. ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവൻ ചിരിച്ചോണ്ട് ചറവറ പറവറ ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ സാറന്മാർ തോളെ തട്ടി പറഞ്ഞു, മോനെ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ദൈവത്തോട് നിനക്ക് പിണക്കം വല്ലതും ഉണ്ടോ? അവൻ ചോദിച്ചു, ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ നീ പ്രാർത്ഥിച്ചത് എന്താ? പൊന്നു സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതം ഒരോട്ടക്കളമാണ്. പലരും നമ്മളെ തോൽപ്പിക്കാം. ഓമനിച്ച് വളർത്തിയ മകൻ തോൽപ്പിക്കാം, മകൾ തോൽപ്പിക്കാം, കെട്ടിവന്ന മരുമകൾ തോൽപ്പിക്കാം, ഭർത്താവ് തോൽപ്പിക്കാം, ഭാര്യ തോൽപ്പിക്കാം, സ്നേഹിതരെ തോൽപ്പിക്കാം. അങ്ങനെ തോൽപ്പിക്കുമ്പോൾ കരയാതിരിക്കാൻ മനക്കെട്ടി വേണോ, ധൈര്യം വേണോ? നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറുക. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭാര്യ താക്കോല് മേടിച്ച് പ്രാർത്ഥിക്കണം. ഭാര്യ അടുപ്പിൽ തീ കത്തിക്കാൻ പോകുമ്പോൾ ഭർത്താവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനും അമ്മയും കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തി, പ്രത്യേക അഭിഷേകം. ചങ്ങനാശ്ശേരി അടുത്ത് ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരമ്മച്ചി 65 വയസ്സോളം പ്രായം വരും. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ തിങ്കളാഴ്ച പശു പ്രസവിച്ചു. കിടാവിന് കുഴപ്പമില്ല, കാൽസ്യം ചോർന്നു പോയ തള്ളപ്പശു തളർന്നു കിടക്കുക. ഡോക്ടർമാർ പറഞ്ഞു അത് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ കാൽസ്യം കുത്തിവെക്കാവുന്നു. അച്ഛൻ അറിയാവുന്ന എന്തെങ്കിലും പ്രാർത്ഥിച്ച് പശുവിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് തരണം. ഞാനൊന്നും മടിച്ചു. ഞാൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂരി, എരുമ, പോത്ത്, പശു ഈ ഐറ്റങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ കൂടെ വന്ന ഒരങ്കിള് പറഞ്ഞു, അച്ഛാ അവരുടെ വിശ്വാസമല്ലേ, അച്ഛൻ കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പശുവിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി. നെറ്റി, കണ്ണ്, ചെവി, പെടലി, കയ്യ്, വയറ്, കാല്, വാല് കുരിശ് വരച്ചു. ആശീർവദിച്ച വെള്ളം പശുവിൻ്റെ പേര് നീട്ടി തെളിച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉറപ്പാ തളർന്നു കിടക്കുവാണല്ലോ, എഴുന്നേറ്റിട്ട് കുത്തുകയല്ല. പോന്നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഇത് ഞാനങ്ങ് പോകും, ഇത് എഴുന്നേറ്റില്ല
നിനക്ക് ആ നാണക്കേട് ഓർത്തോണം. ഞാൻ പള്ളിമുറിയിൽ ചെന്നു. 1:30 ആയപ്പോഴുണ്ട് എൻ്റെ കൂടെ വന്ന ഒരു ചേട്ടൻ ഓടി വരുന്നു. എൻ്റെ നെഞ്ചിൽ അകവാള് ഇടിവാള്. പശുവിന് വല്ലതും പറ്റിയോ ഇല്ലയോ? ഞാൻ ചോദിച്ചു, ചേട്ടാ പശുവിന് എങ്ങനെയുണ്ട്? എൻ്റെ അച്ഛൻ പോന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പം പശു ചാടി എഴുന്നേറ്റു. ഇപ്പോൾ ഡോക്ടർ വന്ന് കാൽസ്യം കുത്തിവെക്കുകയാണ്. ഇത് 2 കുരിശാണ് അച്ഛനൊന്ന് ഓതി തരണം. ഒന്ന് പശുവിൻ്റെ കഴുത്തേ കെട്ടാൻ, മറ്റേത് വാലേ കെട്ടാൻ. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു വിട്ടു. അത് തിങ്കളാഴ്ചയാണ്. ധ്യാനം കഴിഞ്ഞ് പോരുന്നത് വെള്ളിയാഴ്ചയാണ്. എന്നും എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ഓർമ്മ രാത്രിയിൽ പശു വീണോ എഴുന്നേറ്റോ. അവസാനം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാനിവിടുന്ന് പോകുന്ന വെള്ളിയാഴ്ച വരെയെങ്കിലും ഈ പശുവിനെ വീഴാതെ നീ തന്നെ പൊക്കി പിടിച്ചോണേ. ഇതായിരുന്നു പ്രാർത്ഥന. മാസങ്ങൾ പലത് കഴിഞ്ഞു, പശുവിനൊരു കുഴപ്പമില്ല. ഒരു കൺവെൻഷനിൽ ഞാനിത് പറഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം അമ്മച്ചിമാർ എണ്ണ, ഓക്ക, ഉപ്പ്, പിണ്ണാക്ക് എല്ലാവരും വരിക. അച്ഛാ ഓതി തരണം, അകടെ നീരാ, പിടിക്കുമ്പം തൊഴിക്കുമ്പം ചവിട്ടുന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു തരണം. പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയ്ക്ക് ഈ ലെവലിലാണ് നിൽക്കുക. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വളരുക. എന്നെ സാധാരണ ആൾക്കാർ 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ പ്രാർത്ഥിച്ച് കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ഒരാൾ പറഞ്ഞു. അതങ്ങ് വിശ്വസിച്ചു, അതങ്ങ് വാർത്തയായി. ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. തിരക്ക് കാരണം എല്ലായിടത്തും പോകാൻ പറ്റിയല്ല. ആൾക്കാർ കല്ലും കൊണ്ട് പള്ളി വരും, ഞാൻ ആശീർവദിച്ച് കൊടുത്തു വിടും. അങ്ങനെ ഇട്ടിട്ടുണ്ട്. 2ാമത് എന്നെ ആൾക്കാർ വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞ് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു 10-20 കുഞ്ഞുങ്ങളെങ്കിലും ഞാൻ തന്നെ ജ്ഞാനസ്നാനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, വിശ്വാസം. പിന്നെ എന്നെ വിളിക്കുന്നൊരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമായ അപ്പനമ്മമാർ മരിക്കാതെ കുറേ നാൾ കിടക്കുകയും അവർക്ക് മരിച്ചാൽ മതിയെന്നും മക്കൾക്ക് ഇവർ പോയാൽ മതിയെന്നും തോന്നുമ്പം എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നേ കക്ഷി കുഴിയിൽ പോരും, അല്ലെ പൊങ്ങിപ്പോരും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല, ഇത് ഉറപ്പ്. 10-15 പേരെങ്കിലും ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അടുത്തയിടെ ഞാൻ ആ പ്രാർത്ഥന നിർത്തി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പേടി. ഞാൻ മരിച്ചു ചെല്ലുമ്പം ഇവന്മാരെങ്ങാനും എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ, അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ ബെഡ്സോർ പിടിച്ച് തൊലി പൊട്ടി കിടക്കുക. അങ്ങനെ തൊലി പൊട്ടി കിടക്കുമ്പോൾ ദുർഗന്ധവാ. ഇവൻ്റെ അമ്മ കൂടെ ഇരുന്ന് തുടച്ച് കൊടുക്കുന്നു, പൊടിയിട്ട് കൊടുക്കുന്നു, നോക്കുന്നു. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയും. ഇതിവൻ്റെ ഭാര്യയ്ക്ക് സഹിക്കത്തുമില്ല. അവസാനം അവൾ പറഞ്ഞു, ഇങ്ങേരുടെ കൂട്ടുകാരനല്ലേ പുത്തമ്പരക്കിലച്ചൻ, വിളിച്ചോണ്ട് വാ, അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും തീരുമാനമാകട്ടെ. ഞാൻ ചെന്നു. 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൻ അധികം താമസിയാതെ പോകും, നീ വീട്ടിൽ തന്നെ ഉണ്ടാകണം, വെറുതെ കറങ്ങാനൊന്നും പോകരുത്. അവൻ സമ്മതിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇവൻ്റെ ഭാര്യ എൻ്റെ കയറെ പിടിച്ചൊരു വലി. എന്നിട്ട്, അച്ഛാ പറ്റുമെങ്കിൽ മറ്റേ കൈ ഈ അമ്മയുടെ തലയെ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാളാവോ, പല്ലും പ്രാർത്ഥനയെ കാണുന്ന രീതി ഇങ്ങനെയാണ്. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം മനോഹരമായി ഉത്തരങ്ങൾ കൊടുക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായമാണ്. 11-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. 3 വിധം പ്രാർത്ഥനയെ യേശു നമുക്ക് പരിചയപ്പെടുത്തുന്നു. 1, വാചിക പ്രാർത്ഥന, വെർബൽ പ്രെയർ, ചോദിക്കുവിൻ ലഭിക്കും. 2, മെൻ്റൽ പ്രെയർ, മാനസിക പ്രാർത്ഥന, അന്വേഷിക്കുവിൻ കണ്ടെത്തും. 3, സ്പിരിച്വൽ പ്രെയർ, ആത്മാവിലെ പ്രാർത്ഥന, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രാർത്ഥനകളിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞതാണ് 1-ാമത്തേത്, വാചിക പ്രാർത്ഥന, ചോദിക്കുവിൻ ലഭിക്കും. ചില ആൾക്കാർ പള്ളിയിൽ പോകുന്നതും ധ്യാനത്തിന് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയും ദൈവത്തെ ഓർപ്പിക്കാനുമാണ്. ദൈവമേ, നാളെ കൊച്ചിൻ്റെ പരീക്ഷയാണ്, ഓർത്തോണം കേട്ടോ. ദൈവമേ, ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാകാനുണ്ട്, മറക്കല്ലോ കേട്ടോ. ദൈവമേ, വയറ്റിൽ കൊളുത്തിപ്പിടുത്തമുണ്ട്,
കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുന്നു. അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ പ്രാർത്ഥന ബോറായി. പിന്നെ കറങ്ങുന്ന വാനെ, കരയുന്ന പിള്ളേരെ, നിരങ്ങുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കേൾക്കാൻ പറ്റിയില്ല. എപ്പോഴും പറച്ചിൽ തന്നെ പറച്ചിൽ. ഇതാണ് പ്രാർത്ഥനയിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ പ്രാർത്ഥന, വാചിക പ്രാർത്ഥന. ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തമ്പുരാൻ്റെ അടുക്കൽ ചെല്ലും. പക്ഷെ ദൈവം ഈ പ്രാർത്ഥനയും കേൾക്കും. 18 വയസ്സുള്ള യുവാവ് പ്രാർത്ഥിച്ചു, ദൈവമേ 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനങ്ങൾ ഒരുമിച്ച് തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാവാ? സ്വന്തമായി എനിക്കൊരു മുഴുത്ത വണ്ടി, 2 കൈ നിറയെ പിടിക്കാൻ എപ്പോഴും കാശ്, 3 ബോധമുള്ളപ്പോഴൊക്കെ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങൾ. ഈ 3 എണ്ണം വേണം. മുഴുത്ത വണ്ടി വേണം, കൈ നിറയെ കാശ് വേണം, ബോധമുള്ളപ്പോൾ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളും വേണം. ദൈവം പ്രാർത്ഥന കേട്ടു. 21 വയസ്സായ അന്ന് ദൈവം അവനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാ പറയുക. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ദൈവം കേൾക്കും. വാചിക പ്രാർത്ഥന ദൈവം അത് കേൾക്കും. രണ്ടാമതൊരു സ്റ്റേജുണ്ട്, മാനസിക പ്രാർത്ഥന. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. പകുതി സമയം ദൈവത്തോട് പറയാനും പകുതി സമയം ദൈവത്തെ കേൾക്കാനും. ഇതാണ് വളർച്ച. പകുതി സമയം ദൈവത്തോട് പറയാൻ, പകുതി സമയം ദൈവത്തെ കേൾക്കാൻ. 3 ആത്മാവിലെ പ്രാർത്ഥന. മുട്ടുവിൻ, തുറക്കപ്പെടും. പറയാനൊന്നുമില്ല. കിടക്കാൻ നേരത്തെ കട്ടിലിൽ വെറുതെ ദൈവമേന്ന് വിളിച്ച് ഒറ്റ ഇരിപ്പ്. പള്ളി വന്ന് ശാന്തമായിട്ടിരിപ്പ്. കൺവെൻഷൻ പന്തലിൽ വന്ന് സ്വസ്ഥമായിട്ടിരിപ്പ്. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, 3-ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ ധ്യാനത്തിന് പോകും. 3-ാമത്തെ സ്റ്റേജിൽ ധ്യാനയോഗത്തിന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. ഇതാണ് വളർച്ച, പ്രാർത്ഥനാ ജീവിതത്തിലെ വളർച്ച. കർത്താവായ യേശു പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ചിന്തകളെ പൂർത്തിയാക്കാം. കർത്താവായ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ 5 രീതികൾ. 1, പ്രേ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. മത്തായി 9:16 മുതലുള്ള വാക്യങ്ങൾ. യേശു ജനസമൂഹത്തിൻ്റെ കൂടെ തിക്കി ഞെങ്ങി കടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. ആ നിമിഷം രോഗം വിട്ടുമാറി. ക്രിസ്തു തിരിഞ്ഞു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസും കൂട്ടിലും കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും തിക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കർത്താവ് പറഞ്ഞു, അങ്ങനല്ല, ശക്തി പുറപ്പെട്ടു. ആരോ എന്നെ വിശ്വാസത്തോടു കൂടി തൊട്ടു. 2 കൂട്ടം ആൾക്കാരുണ്ട് ഇന്ന് സഭയിൽ. കൺവെൻഷൻ കൂടാൻ, ധ്യാനം കൂടാൻ പോകുന്ന 2 കൂട്ടം ആൾക്കാർ. 1 തിക്കാൻ പോകുന്നവർ, 2 തൊടാൻ പോകുന്നവർ. അമരവിള കൺവെൻഷനിൽ എല്ലാ വർഷവും ഉണ്ട്. ചിലർ തിക്കാൻ വേണ്ടി വരും, ചിലർ തൊടാൻ വേണ്ടി വരും. എന്താ തിക്കാൻ വരിക? ആൾക്കൂട്ടത്തെ കണ്ടു, ഹായ് പറഞ്ഞ് ബഹളം വെച്ചു, ഗ്രീറ്റ് ചെയ്തു, ചുമ്മാ അങ്ങ് പോകും. അവർ തിക്കിയിട്ട് പോകും, ദൈവാനുഭവമില്ല. പക്ഷെ ചിലർ തൊട്ടിട്ട് പോകും, തൊടാൻ പോകും. ഈ 2010 87ാമത് കൺവെൻഷൻ കർത്താവിനെ തൊടുന്ന അവസരമായിട്ട് മാറണം. പറയുന്ന ഓരോ ദൂതും എനിക്കുള്ളതാ, ആ ചിന്ത. അതാണ് ദൈവം നമ്മളെ തൊടുന്നു. എനിക്കുള്ള സന്ദേശമാണ്, ദൈവം തൊടുന്നു. തമ്പുരാൻ അസാധ്യമായി ഒന്നുമില്ല, ഉറപ്പ്. ദൈവം തൊടുന്നു. കുടുംബത്തിലെ പ്രശ്നം ദൈവം പരിഹരിക്കും, ഉറപ്പ്. തൊടുന്നു. രക്തസ്രാവക്കാരി തൊട്ടു, ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മാർച്ച് മാസത്തിലെ കൊടും ചൂടത്ത് ഉച്ച കഴിഞ്ഞ് 2:30 മണി സമയത്ത് അപ്പനും അമ്മയും കൂടെ പള്ളിയിൽ പോകുമ്പോൾ 8 വയസ്സുള്ള മോൻ ചോദിച്ചു, ഡാഡിയും മമ്മിയും എവിടെ പോവുക? ഉടനെ പറഞ്ഞു, മോനെ മഴ പെയ്യാനുള്ള പ്രാർത്ഥന അച്ഛൻ പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോവുക. ഉടനെ മോൻ്റെ മറുപടി, നിങ്ങളെന്തേ കൊടയില്ലാതെ പോകുന്നു? മോനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും. അപ്പനും അമ്മയും അച്ഛനെ സൂപ്പിക്കാൻ പോകുന്നതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ജോഷുവ യാക്കോബിൻ്റെ 12 മക്കൾക്കായി കാനാൻ ദേശം വീതം വെച്ചു. അന്ന് ദേശത്തിൻ്റെ 1/3 കിട്ടിയിട്ടുള്ളൂ. 3/2 തദ്ദേശവാസിയുടെ കയ്യിലാണ്. അവരുടെ കയ്യിലുള്ള സ്വത്തും കൂടെയാണ്, ദേശം കൂടെയാണ് ജോഷുവ വീതം വെച്ചത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നമ്മുടേതല്ലാത്ത ദേശം
വീതം വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ജോഷുവ പറഞ്ഞു, ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരും, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക, തരും. പിന്നീട് വിശ്വാസത്തോടെ വീതം വെച്ച ആ ദേശം കൂടി യാക്കോബിൻ്റെ 12 മക്കൾക്ക് കിട്ടി. ഒന്നോർത്ത് നോക്കുക, ഒരപ്പൻ അമരവിളയിൽ മക്കൾക്ക് വീതം വെച്ചപ്പം ഇളയവൻ്റെ ഷെയർ കുറഞ്ഞു പോയി. അപ്പം പറയാം, സാരമില്ല മോനെ, അമരവിള കളയിക്കാവിള റോഡ് നിനക്കുള്ളതാന്ന് പറഞ്ഞാൽ എത്ര മക്കൾ സമ്മതിക്കും? അന്യൻ്റെ ഭൂമിയല്ലേ? അതുപോലെ കൊടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പെരപണിയാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ 6 മാസം കഴിഞ്ഞ് ഞാൻ കയറി താമസിക്കാൻ നീ ഒരുക്കുന്ന വീടിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ 90 ദിവസം കഴിഞ്ഞ് എൻ്റെ മോക്ക് നടക്കാൻ പോകുന്ന കല്യാണത്തെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി മക്കളില്ലേലും അടുത്ത മെയ് മാസത്തിൽ എൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ലാസർ കല്ലറയില്ല, കബറില്ല. അപ്പോഴാ ക്രിസ്തു പറഞ്ഞത്, നീ മഹത്വം കാണിച്ചതിന് നന്ദി. ലാസർ അത് കഴിഞ്ഞാൽ ഉയർക്കുക. പക്ഷെ വിശ്വാസം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നടത്തി തരുന്നുള്ള ഒരു വിശ്വാസം, വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. 2, ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം. 2 കണ്ണുകൾ തുറന്നിരുന്ന സാവൂൾ ദൈവത്തെ കണ്ടില്ല. ഉപവാസം എടുത്തപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടർന്നു വീണു. സാവൂൾ ദൈവത്തെ കണ്ടു. പൗലോസായിട്ട് പിന്നീട് പ്രവർത്തിക്കുന്നു. ത്യാഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഒരമ്മ അപ്പൻ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് നല്ല റിസൾട്ടും ജോലി സാധ്യതയുണ്ട്. ഒരച്ഛൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ സഭയിൽ അനുഗ്രഹമുണ്ട്. ക്രിസ്തു കുരിശിൽ ത്യാഗം കണ്ടപ്പോൾ സാവൂൾ മാനസാന്തരപ്പെടുക, ശതാധിപൻ മാനസാന്തരപ്പെടുക. ഇവർ സത്യമായും ദൈവപുത്രനാ. ആദ്യത്തെ രക്തസാക്ഷിയായ സെൻറ്റ് സ്റ്റീഫൻ വേദന സഹിക്കുന്ന കണ്ടപ്പോൾ സാവൂൾ പൗലോസായി മാറുക. ഒരു ത്യാഗം എടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം ചുറ്റുപാടിലുണ്ട്. ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കണ്ണുനീര്? എവിടെയെല്ലാം കരച്ചിലുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എവിടെയെല്ലാം കണ്ണുനീരുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. കാക്കയുടെ കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് ഒലുക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരുമെങ്കിൽ, പശുക്കിടാവ് കരയുമ്പോൾ തള്ളപ്പശു കൊമ്പ് കുലുക്കുമെങ്കിൽ, ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കുഞ്ഞ് കരയുമ്പോൾ ചാടി എഴുന്നേക്കുമെങ്കിൽ, കുരിശിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. ബൈബിളിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ബൈബിളിലെ തമ്പുരാൻ ഇറങ്ങി വരും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിരിക്കുന്നു. കരഞ്ഞുള്ള പ്രാർത്ഥന. അമ്മമാരും മറ്റും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മക്കളിൽ അത്ഭുതം നടക്കും. അപ്പനും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളിൽ അത്ഭുതം നടക്കും. ഒരു ഭാര്യ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭർത്താവിൽ, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭാര്യയിൽ അത്ഭുതം നടക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം ഉണ്ടാവും. പല വിചാരങ്ങൾ അത് തെറ്റല്ല, അത് പ്രാർത്ഥനാ വിഷയമായിട്ട് എടുക്കണം. പല വിചാരങ്ങളെ പ്രാർത്ഥനാ വിഷയമായിട്ട് എടുക്കണം. ഉദാഹരണം, ഭർത്താവിനോട് പിണക്കമുള്ള ഭാര്യ സ്വർഗസ്ഥനായ പിതാവിനെ ചെല്ലുമ്പം ഭർത്താവിൻ്റെ മുഖം പല വിചാരം ദൂരെ പോട്ടെ, അന്നു വേണ്ടുന്ന ആഹാരം തരണമേ. തമ്പുരാൻ പറയും, ആദ്യം ഭർത്താവിനോട് രമ്യതപ്പെടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഈ പല വിചാരങ്ങളൊക്കെ സ്വാഭാവികം. ഒരു തിരുമേനി പള്ളി സന്ദർശിച്ചപ്പം പറഞ്ഞു, മനുഷ്യൻ ബലഹീനനാണ്, പല വിചാരങ്ങൾ ഉള്ളവനാണ്. അതുകൊണ്ട് 5 മിനിറ്റ് പോലും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ മനുഷ്യന് പറ്റിയല്ല. ഉടനെ 70 വയസ്സുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, ഒരു പല വിചാരം കൂടാതെ ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ തിരുമേനി എനിക്ക് എന്നാ തരും? തിരുമേനി പറഞ്ഞു, ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പല വിചാരം കൂടാതെ അമ്മച്ചി ചെല്ലാമെങ്കിൽ അമ്മച്ചിക്ക് ഞാൻ
50 രൂപ ഒരു ബൈബിളും സമ്മാനം തരും. 50 രൂപയും ഒരു ബൈബിളും സമ്മാനം തരും. അമ്മച്ചി ചോദിച്ചു, തരുമല്ലോ? തരും. ഞാൻ ചെല്ലും. അമ്മച്ചി കണ്ണടച്ചു, കൈകൂപ്പി ചൊല്ലി തുടങ്ങി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം പൂജിതമാകണം, നിൻ്റെ രാജ്യം വരണം. അല്ല പിതാവേ, 50 രൂപയും ബൈബിളും ഇപ്പം തരുമോ, അതോ അരമനെ വരുമ്പോഴേ തരത്തുള്ളൂ? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പല വിചാരങ്ങളാൽ ബന്ധിതരാണ്. ചിലപ്പം നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഒത്തില്ലാന്ന് തോന്നും. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇഷ്ടം പോലെയാണ് പ്രാർത്ഥിക്കുക. കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും സാമൂഹിക പാഠത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ചു. അവർ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ഗംഗാനദിയും യമുനാ നദിയും നീ പാകിസ്ഥാനിൽ കൂടെ ഒഴുകണേ. ഇതാണ് പ്രാർത്ഥന. സാമൂഹ്യ പാഠത്തിൻ്റെ പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര്: ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ. പരീക്ഷാകുളി കയറുമ്പം ഉത്തരവറിയത്തില്ലാത്ത കുട്ടികൾ മുകളിലുള്ള ഉത്തരത്തെ നോക്കി പേന കറക്കി ഒരു കുത്തുകുത്തും. ബോബനും മോളിയും കറക്കി കുത്തി കുത്തുകൊണ്ടത് പാകിസ്ഥാനിട്ട് എടുത്തെഴുതി പാകിസ്ഥാൻ. ഇനി ഒരു മാർക്ക് കിട്ടണോ? ദൈവമായ കർത്താവ് ഒരു വലിയ കോലും കൊണ്ട് വന്ന് ഗംഗായും യമുനയും കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ ഒഴുകിയാൽ ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ, ഞാൻ തീരുമാനിച്ചു, നീ ചെയ്തു തന്നാൽ മതി. നല്ലല്ലോ. കാത്തിരിപ്പോടെ ക്ഷമയോടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ഉത്തരം കിട്ടാൻ. 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. 3, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 4, നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കണം. നിലനിൽപ്പ്. ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ മാനിക്കുകയോ മനുഷ്യനെ സ്നേഹിക്കുകയോ ചെയ്യാത്ത ഒരു ജഡ്ജി, ഒരു ന്യായാധിപൻ, ഒരു മജിസ്ട്രേറ്റ് ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. പുരാതന കാലങ്ങളിൽ 10ഉം 300ഉം വീട്ടുകാരുടെ കേസ് തീർക്കാൻ വേണ്ടി ഒരു ജഡ്ജി. ആരാണോ കൂടുതൽ കൈക്കൂലി കൊടുത്തത് അവർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജി. ഒരു സ്ത്രീ കൈക്കൂലി കൊടുക്കാനില്ല, വലിയ വായിലേക്ക് അരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് നീതി നടത്തി കൊടുത്തു എന്നാണ് പറയുക. തമ്പുരാന് പോലും അറിയാം ഒരു കാര്യം നടക്കാൻ കാലതാമസം എടുക്കുന്നത് കോടതിയിലാണ്. ചില സിവിൽ കേസും മറ്റും തീരാൻ ഒരു ജീവിതകാലം മുഴുവൻ. അതുകൊണ്ടാണ് കോടതിയുടെ ഭാഷ, ന്യായം കിട്ടാൻ അന്യായം ഫയൽ ചെയ്യണം. ചില ശിക്ഷ എത്ര നാൾ കഴിയുമ്പോഴാണ്. ഈയിടെ 70 വയസ്സുള്ള ചേട്ടനെ കോടതി ശിക്ഷിച്ചു തമാശയായിട്ട്. 3 ദിവസത്തെ വെറും തടവും 3000 രൂപ പിഴയും. ചെയ്ത കുറ്റം വായിച്ച് കേൾപ്പിച്ചു. കോളേജിൽ പോയ പെമ്പിള്ളാരെ കമൻ്റ് അടിച്ച പൂവാലം പണിക്കാണ് ഈ ശിക്ഷ. ജഡ്ജി പറഞ്ഞു, ഷഷ്ടിപൂർത്തി വരെ കമൻ്റടി മനസ്സിലാക്കാം, 70-ാം വയസ്സിൽ കമൻ്റ് അടിച്ചത് മഹാമോശമായിപ്പോയി. അപ്പോൾ ഇയാൾ പറയും, ബഹുമാനപ്പെട്ട കോടതി, കാര്യമറിയാതെ പരിഹസിക്കരുത്. കമൻ്റ് അടിച്ചത് 25-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 70 ആയതാണ്. നീണ്ട കാലം എടുക്കും. അപ്പം നീണ്ടകാലം കാത്തിരുന്നാലും പ്രാർത്ഥിക്കണം. ഈ നീണ്ടകാല കാത്തിരിപ്പിന് വേദപുസ്തകം വിളിക്കുന്ന വാക്കാണ് വന്ധ്യത. പ്രസവിക്കാത്ത അവസ്ഥയല്ല ബൈബിളിലെ വന്ധ്യത. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുന്നു. ദീർഘകാലം പ്രവാചകന്മാരില്ലാതെ 450 വർഷം കാത്തിരുന്നപ്പോൾ പറഞ്ഞു, ഇസ്രയേലേ നീ വന്ധ്യയാണ്. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു. സാറ ഇസഹാക്കിനെ പ്രസവിച്ചു, പക്ഷെ വന്ധ്യയെന്ന് വിളിച്ചു. വന്ധ്യയെന്ന് വിളിക്കുന്നത് ഒരിക്കലും പ്രസവിക്കാത്തവളെയാ. പക്ഷെ സാറ ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ വന്ധ്യയായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ഇടപെടലിനും പ്രവൃത്തിക്കും വേണ്ടി നീണ്ടകാലം കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് ദൈവത്തിൻ്റെ വേദപുസ്തകം പരിചയപ്പെടുന്ന പദപ്രയോഗം വന്ധ്യത. അപ്പം നീണ്ടകാലം ക്ഷമയോട് കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യം ഒരുപാട് ചോദിച്ചിട്ടും കിട്ടിയില്ലേ, നിരാശപ്പെടരുത്, ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അവസാനമായി പ്രാർത്ഥനയുടെ 5-ാമത്തെ മോഡലാണ് എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമ, പ്രേ വിത്ത് ഹ്യൂമിലിറ്റി. ലൂക്കോസ് 18, 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദ ഫാരിസി ആൻഡ് ദ ടാക്സ് കളക്ടർ. ചുങ്കം പിരിക്കുന്നവനും ഫാരിസേയനും. ഫാരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നവൻ വിനയത്തോടെ പ്രാർത്ഥിച്ചു. വിനയത്തോടെ പ്രാർത്ഥിച്ച ടാക്സ് കളക്ടറുടെ പ്രാർത്ഥന അവൻ കേട്ടു. നമ്മളോടും പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ
വിനയം ഉള്ളവരാകണം. അഹങ്കാരം ഒരിക്കലും അരുത്. നമുക്ക് പല വിധത്തിൽ അഹങ്കാരം വരുന്നവരാ നമ്മൾ. സൗന്ദര്യമുള്ള ഭാര്യയെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭർത്താവ്, ആരോഗ്യമുള്ള ഭർത്താവിനെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭാര്യ, മിടുക്കരായ മക്കളെ ഓർത്ത് അഹങ്കരിക്കുന്ന മാതാപിതാക്കൾ. പല വിധത്തിലാണ് മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾ കടന്നു വരിക. അഹങ്കാരം വരുത്, വിനയത്തോടെ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥന യാചിക്കണം. നമ്മുടെ സഭയിലെ പ്രായമുള്ള അപ്പന്മാരോടും അമ്മമാരോടും പ്രാർത്ഥനാ വിഷയം പറയണം. സഭയിലെ പട്ടക്കാരോടും ഉപദേശികളോടും പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ളവരോട് പ്രാർത്ഥന ചോദിക്കണം. അത് നാണക്കെടാനൊന്നുമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുക. ദൈവമുമ്പാകെ നമ്മൾ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ട്, ഈ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് എന്നേക്കാൾ സ്വീകാര്യതയുണ്ട്. പ്രാർത്ഥിക്കാവുന്ന ഏറ്റയാൾ മറന്നാലും അത് ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം മറക്കുകയില്ല. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ 2 ശനിയാഴ്ചകളിൽ 1000-ഓളം പേര് മണ്ണന്തലപ്പള്ളിയിൽ ഏകദിന ധ്യാനത്തിന് വരും. ഉച്ചകഞ്ഞ് 3 മണിക്ക് എല്ലാവരും ചൂടുകഞ്ഞിയും പയറും അച്ചാറും കഴിച്ചിട്ട് തിരിച്ചു പോകും. ഒരു 2 ശനിയാഴ്ച എല്ലാവരും പോകുമ്പോൾ വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വരുന്ന മീൻ കച്ചവടക്കാരിയായ ഒരമ്മച്ചി 65 വയസ്സോളം പ്രായം വരും, ദുഃഖത്തോടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? എൻ്റെ അച്ഛോ, ഭർത്താവ് സൗദിയിലാണ്, അറബി ക്രൂരനാണ്, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നു, 85,000 ഇന്ത്യൻ രൂപ ഇനിയും അറബി എൻ്റെ കെട്ടിയവന് കൊടുത്തു തീർക്കാനുണ്ട്. അച്ഛന് ഇതുപോലെ പ്രാർത്ഥന നടത്തുന്നു പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞടി, അച്ഛനോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിപ്പിച്ചേ, അറബി ഈ മാസം 85,000 തരികയാണെങ്കിൽ അതിൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാൻ കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, കിട്ടിയാൽ 10-1 അച്ഛനുള്ളതാണ്. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥിച്ചേക്കാം. 100 കൂട്ടം ബഹളങ്ങൾക്കിടയിൽ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ 2 ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ആൾക്കാർ പോകുമ്പോൾ ഈ അമ്മച്ചി പള്ളിമുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു പമ്മലെ ജാളിത, പ്രാർത്ഥന മൊത്തം മറന്ന ആളാണ് ഞാൻ എല്ലാം മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, അറബിക്ക് മാറ്റം വല്ലതും വന്നു? എൻ്റെ അച്ഛാ വന്നോന്ന്. അച്ഛനോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അറബി 85,000 രൂപ കൊടുത്തു. കെട്ടിയവൻ പറഞ്ഞു, അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അറബിയുടെ മനസ്സ് മാറിയത്. ഇന്ന് രാവിലെയും പറഞ്ഞു 8,500 കൊടുത്തേക്കണമെന്ന്. ഉണ്ടച്ചാ, വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് ഗ്ലാസിൽ പൊതിഞ്ഞ് വെച്ച മത്തിയുടെ ചെതുമ്പിലും അയലയുടെ ഉളുമ്പുമുള്ള 100-ൻ്റെ 85 നോട്ട് നീട്ടി നിവർത്തി തന്നു. പൈസയല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, തന്നേരെ, ഇനിയും പ്രശ്നം വരുമ്പം എന്നോട് തന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഞാൻ മേശ ഡ്രോയിൽ മേടിച്ചു വെച്ചു. ഞാൻ മറന്നാലും ദൈവം മറക്കുകയല്ല. പ്രാർത്ഥന ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ക്രിസ്തു പ്രാർത്ഥിച്ചു, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചു, നമ്മുടെയൊക്കെ സഭയുടെ പൂർവ്വപിതാക്കന്മാർ, പൂർവ്വമാതാക്കൾ പ്രാർത്ഥിച്ചു. നമ്മളും ദൈവം മുമ്പാകെ നിരാശപ്പെടാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ അമരവിള കൺവെൻഷൻ്റെ 87ാമത് കൺവെൻഷൻ്റെ കടശി ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ.